കോൺഗ്രസ് ഒന്നടങ്കം BJP-യിലേക്ക് ചേക്കേറുകയും നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത് പരസ്പരം സഹായിച്ച് കോൺഗ്രസും BJP-യും മുന്നേറുകയും ചെയ്യുന്ന സ്ഥിതി നമ്മൾ കണ്ടു. ഈ സഖ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ മതവർഗീയതയും മതവിശ്വാസവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഗാന്ധിജിയും ഗോഡ്സെ വർഗീയവാദ നിലപാട് സ്വീകരിച്ച് ഗാന്ധിയെ കൊലപ്പെടുത്തി. ഗാന്ധി വിശ്വാസി തന്നെയാണ്. ഗോഡ്സെയ്ക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി തികഞ്ഞു നോക്കേണ്ടതാണ്. വർഗീയവാദി യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല, വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30 ഈ രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിവിപുലമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വലിയൊരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളുമെല്ലാം പങ്കെടുക്കുന്ന വർഗീയതയെയും മതവിശ്വാസത്തെയും വേർതിരിച്ച് ഗാന്ധിജിയെയും ഗോഡ്സെയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള UDF എടുത്തുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികളോട് സന്ധി ചെയ്യുന്ന നിലപാടിനെതിരെ ചേർത്തുകൊണ്ട് ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഫലപ്രദമായി ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ച് ആചരിക്കണമെന്നാണ് ഇപ്പോൾ വിവിധ ബഹുജന സംഘടനകൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് പൂർണ്ണമായ പിന്തുണ CPIM നൽകുകയാണ്. കേരളത്തെ വർഗീയവൽക്കരിച്ച് ഇടതുപക്ഷ മനസ്സിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയുള്ള വലിയ ജനകീയ മുന്നേറ്റമായി ഇതിനെ മാറ്റാനാവണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജനവാസ കേന്ദ്രങ്ങളിൽ കടന്നു വന്ന് വന്യമൃഗങ്ങൾ മനുഷ്യനെയും അതുപോലെ തന്നെ അവരുടെ കൃഷിയെയും എല്ലാം നശിപ്പിക്കുന്ന പ്രത്യേക പ്രശ്നം മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം നിരവധിയായ സന്ദർഭങ്ങളിൽ ഇടപെട്ടിട്ടും ആവശ്യമായ മാറ്റം നിയമത്തിൽ വരുത്തുന്നതിനു വേണ്ടി കേന്ദ്രം തയ്യാറാവുന്നില്ല. ഇത് ഈ സന്ദർഭത്തിലാണ് കേരള ഗവൺമെന്റ് നിയമസഭ ഒരു പ്രത്യേക നിയമം തന്നെ പാസാക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ആ നിയമം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മാസങ്ങൾ കുറെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഗവർണർ അവിടെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുക രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. രാഷ്ട്രപതിക്ക് അയക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നുള്ള വിമർശനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.